ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ആദ്യം ഒരു ഓയിലോ ഒരു വഴറ്റിലോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം നേരിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ സവാള, തക്കാളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ 1/2 കിലോ ബീഫിലേക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനെല്ലാം അനുസരിച്ച് കുരുമുളക് പൊടിയെല്ലാം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് എടുക്കണം. ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് തിരുമ്മിയ ശേഷം നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കർ മൂടി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ മീഡിയത്തിലേക്കാക്കി പിന്നെ 20 മിനിറ്റ് നേരമാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. ആദ്യമായിട്ട് കടായി ചൂടായി വരുമ്പോൾ എല്ലാ സ്പൈസസും പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, കുരുമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തത്. 1/2 കിലോ ബീഫ് മാത്രമല്ല എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തേങ്ങ ഒട്ടും കരിഞ്ഞു പോകാതെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള. വറുത്തരച്ചെടുത്ത ബീഫ് കറിയാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ സ്പൈസസിൻ്റെ സ്മെല്ലും തേങ്ങ വറുത്തതിൻ്റെ സ്മെല്ലും ഒക്കെ നന്നായിട്ട് വരുമ്പോൾ ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയ ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡറും അതും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫാക്കിയ ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചൂടാക്കിയ ശേഷം തണുക്കാൻ മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വറുത്തെടുത്ത തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ ബീഫും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് ഇനി നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ചുവന്നുള്ളി ഒന്ന് നിറം മാറ്റിയെടുക്കുന്ന വരെ ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് 1-2 വറ്റൽമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചുവന്നുള്ളിയുടെ നല്ലൊരു വറുക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടെ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ആ തേങ്ങയുടെ അരപ്പോ ഒന്ന് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നമ്മൾ വറുത്തെടുത്ത തേങ്ങയാണല്ലോ, അതുകൊണ്ട് അധികം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ആ ഗ്രേവിയോട് കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഗ്രേവിക്ക് കുറച്ചും കൂടെ കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കട്ടിയാക്കിയിട്ട് ഗ്രേവി എടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ പുട്ടിൻ്റെ കൂടെ ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അധിക എണ്ണയും ഓയിലൊന്നും നമ്മളിതിൽ ഉപയോഗിച്ചില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.